കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപം വൃത്തിഹീനമായ നിലയിൽ കണ്ടെത്തിയ കരിപ്രസാദം ഉൾപ്പെടെ രാസപരിശോധന നടത്തും. എന്തുപയോഗിച്ചാണ് പ്രസാദം നിർമ്മിച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതേസമയം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തി. കരിപ്രസാദവും ചന്ദനവും അടക്കം മദ്യക്കുപ്പികൾക്കിടയിൽ കിടക്കുന്നതിന്റെ ദൃശ്യം സഹിതം ജനം TV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. M. മനോജ് ഈ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തുടരുകയാണ്. മനോജ്, നേരത്തെ ഒരുപാട് ഭക്തർ മനോജിനൊപ്പം എത്തുന്നുണ്ടായിരുന്നു. നമ്മൾ നൽകിയ ഈ വാർത്തയോട് പ്രതികരിക്കാനാണ് അവർ വന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വസ്തുത, ഈ പ്രസാദം ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തല്ല, മറിച്ച് വളരെ വൃത്തിഹീനമായ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലാണ് എന്ന വസ്തുത നമ്മൾ പുറത്തു കൊണ്ടുവന്നു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണോ ഇപ്പോൾ ആ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലും അലയടിക്കുന്നത്? മനോജ്. തീർച്ചയായും അതുതന്നെയാണ്. അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ കരിപ്രസാദം ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്തർക്ക് നൽകേണ്ടത്. അതായത് ഈ ദർഭപുലൊക്കെ കരിച്ച് അത് ചാലിച്ചാണ് ഈ കരി പ്രസാദം ഉണ്ടാക്കുന്നത്. ഒന്നുകിൽ ഗണപതി ഹോമം കഴിഞ്ഞ ശേഷം നൽകണം, അല്ലെങ്കിൽ തിടപ്പള്ളിയിൽ വെച്ച് വേണം ഇത് നിർമ്മിക്കുവാനായി. എന്നാൽ നമ്മൾ കണ്ടെത്തിയത് വൃത്തിഹീനമായിട്ടുള്ള ഈ മദ്യക്കുപ്പികൾക്കിടയിൽ നിന്നുമാണ് ഈ പ്രസാദം, അതായത് ചന്ദനവും കരിപ്രസാദവും ഉൾപ്പെടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ഒരു വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ രാസപരിശോധന ഫലം വരണം, കാരണം അത് കൃത്യമായി പരിശോധിക്കണമെന്ന് തന്നെയാണ് ഭക്തരടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്ത് മിശ്രിതമൊക്കെ ഉപയോഗിച്ചാണ് ഈ കരിപ്രസാദം നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ട് കൂടുതൽ വ്യക്തത വരണം. കൂടുതൽ ഭക്തരും ഇവിടേക്ക് എത്തുമ്പോൾ ഇന്നും വലിയ തിരക്കാണ് ക്ഷേത്രത്തിലുള്ളത്. അവർക്കൊക്കെ നൽകുന്ന പ്രസാദമാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടെത്തിയത്. എന്തായാലും ഭക്തരൊക്കെ ഇവിടെ ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. അവരൊക്കെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ സംഭവം അത് വളരെയധികം ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമകരമാണ്. തീർച്ചയായിട്ടും ഇത്രയും വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെ വെറും അലക്ഷ്യത്വവും മദ്യത്തിൻ്റെ എല്ലാം ഇടയ്ക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ചെയ്തത് വളരെ നിരുത്തരവാദിത്വമുള്ളതാണ്. ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇവിടെയുള്ള പ്രധാന പ്രസാദമാണ് ഈ കരിപ്രസാദം. പല സ്ഥലത്തും പല വ്യക്തികൾക്കും നമ്മൾ കരിപ്രസാദം ഡബ്ബയിലാക്കി നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്ത് പവിത്രതയോടുകൂടിയാണ് നമ്മളതിനെയും കൊടുക്കുന്നത്. ഇന്ന് ഞാൻ പോലും ക്ഷേത്രത്തിൽ പോയിട്ട് കരിപ്രസാദം ഇട്ടിട്ടില്ല. എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അറിയില്ല. എവിടെ നിന്നാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അത് എങ്ങനെയോ ഉണ്ടാക്കുന്നു, ആരൊക്കെയോ വന്ന് കുറച്ച് ബംഗാളികൾ ഉണ്ടാക്കുന്നു. അതൊരു വളരെ നിരുത്തരവാദപരമായ ഒരു പ്രവണതയാണത്. അത് ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് ശക്തമായി തന്നെ ഞങ്ങൾ അതിന് പ്രതിഷേധം ഉണ്ടാകും. ഇത് ഈ വിവരമൊന്നും തന്നെ ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അധികൃതർക്ക് അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ക്ഷേത്രത്തിനകത്ത് ഒരു സാധനം ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രസാദം എത്തിക്കുമ്പോൾ പോലും അത് അറിഞ്ഞിരിക്കണ്ടേ? തീർച്ചയായിട്ടും അവരുടെ അറിവില്ലാതെ ഉണ്ടാകുമെന്ന് വെറുതെ എന്തെങ്കിലും പറയാമെന്നല്ലാതെ ഇത്രയും അടുത്ത ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വാടക വീട്ടിൽ അപ്പുറത്തുള്ളൊരു ജ്യോത്സ്യർ പോലും പറഞ്ഞു പല പ്രാവശ്യം ഇത് ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളിത് നേരെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ചെവിക്കൊള്ളാതെ ഈ കാണിച്ചത് വളരെ അഹങ്കാരവും നിരുത്തരവാദപരമായുള്ള കാര്യമാണ്. അത് അവരുടെ അറിവോട് കൂടി തന്നെ ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യമല്ല ഈ കൊട്ടാരക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഉണ്ണിയപ്പം വിൽക്കുന്നതിലും മോദകം വിറ്റതിനും ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതെ, ഉണ്ണിയപ്പം വിറ്റതിനും മോദകം വിറ്റതിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സസ്പെൻഷനിലായ കീശാന്തി പറഞ്ഞത് വളരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞത് ഈ മോദകം ദേവസ്വം ബോർഡിൻ്റെ പ്രകാരമാണ് അദ്ദേഹം ഉണ്ടാക്കിയതെന്നും അവസാനം കൈയൊഴിഞ്ഞു എന്നാണ് ആ കീശാന്തി എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത്. അയാളെ ഒറ്റ കൊടുത്തുകൊണ്ട് മറ്റൊരങ്ങ് മാറി. അതാണ് സംഭവിച്ചത്. എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ജീവനക്കാരെ മാത്രം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശാന്തിമാരെ മാത്രം കുറ്റം ചാരിക്കൊണ്ട് ഇവരങ്ങ് മാറിപ്പോവുക. അത് വളരെ വ്യക്തിപരമായി എൻ്റെ അടുത്ത് കഴിഞ്ഞ കീശാന്തി ഉണ്ണിയപ്പത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള കീശാന്തി എന്നോട് പറഞ്ഞതാണ്. അവർ പറഞ്ഞിട്ടാണ്, ദേവസ്വം പറഞ്ഞിട്ടാണ് ഇതുണ്ടാക്കിയതെന്ന്. പക്ഷേ അതാരും ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിനെ മാത്രം ബലിയാടാക്കി. ഏറെക്കാലമായിട്ട് ഈ പ്രസാദം ഇങ്ങനെ ഉണ്ടാക്കി ഇവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്നവർ. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനെയാണ് തുറന്നുകൊണ്ടിരുന്നത് എന്നേ നമ്മളിപ്പം കണ്ണിൽ കണ്ടപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. അത് പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാവാൻ ഇല്ല. ഇപ്പം കൊണ്ടുപറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വളരെ 10-60 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരികയും സഹകരിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കൊന്നും ഇങ്ങനൊരു അനുഭവം ഇങ്ങനൊരു ഇത് ഉണ്ടായിട്ടില്ല. ഇത് പുതിയ മാനേജ്മെൻറ്റും ആയതിനു ശേഷമാണ്. പണ്ട് ഒറിജിനൽ ഗോപാലൻ പോറ്റി എന്ന് പറയുന്ന ഒരു പോറ്റി തിരുമേനിയായിരുന്നു ഇത് ഉണ്ണിയപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ചുമതല. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടായിരുന്നപ്പോഴും ഈ കുഴപ്പമില്ല. ഇതിപ്പം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷേ വളരെ നിരുത്തരവാദിത്വത്തോടുകൂടിയാണ് ഇത് പെരുമാറുന്നത്. അതിന് ശക്തമായി പ്രതികരിക്കുകയും സംഘടനയിലുള്ള ആൾക്കാരും മറ്റു ഭക്തജനങ്ങളും എല്ലാം അതിൻ്റെ സാമ്പിൾ പരിശോധിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്.
തീർച്ചയായും അതുതന്നെയാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. ഇവിടെ നടന്നു വരുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രത്തിൽ ദേവസ്വം അധികൃതർ അറിയാതെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എത്തിയിട്ടുള്ള നിരവധി ഭക്തരുണ്ട്. അതായത് അവരുടെ കയ്യിൽ ഈ ഒരു കരിപ്രസാദവും അതോടൊപ്പം തന്നെ ഈ ദർശനം കഴിഞ്ഞ് വന്നതാണല്ലോ. ഞങ്ങൾ ഡെയിലി വരുന്നതാ. ഈ സംഭവം അറിഞ്ഞായിരുന്നോ കഴിഞ്ഞ ദിവസം? കഴിഞ്ഞ് ഞെട്ടിപ്പോയി. ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിപ്പോയി. ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കുലദൈവം പോലെ തന്നെ. എൻ്റെ അടുത്ത പ്രദേശം എഴുകോണം എൻ്റെ സ്ഥലം. മിക്കവാറും ദിവസങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഒരു ഭയങ്കര മോശമായ ഒരു സംഭവമായിപ്പോയി. അതായത് ഒരു വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് ഈ കരിപ്രസാദം അടക്കം കണ്ടെടുത്തത്. ആണ് നമ്മൾ ആ പത്രത്തിലും ന്യൂസിലൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് ഭയങ്കര വിഷമമുള്ളൊരു സംഭവമായിപ്പോയി. ഒന്നും പറയാനില്ല. അതിനെതിരെ നല്ലൊരു നടപടി എടുത്തേ പറ്റൂ. ഇപ്പോൾ തന്നെ ശബരിമല വിഷയം ഇതുപോലെ ഹിന്ദുക്കൾക്കൊരു കോട്ടം തട്ടുന്ന ഒരു വിവാദമായിപ്പോയതല്ല. മദ്യകുപ്പികളടക്കം ഇതിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു പവിത്രതയോടുകൂടി നൽകേണ്ട പ്രസാദമാണ് ഈ തരത്തിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ മോശമായിപ്പോയി. നമ്മളാണ് ദേഹമൊക്കെ പെരുത്തു വരികയാണ്. ഗണപതിയാണ് നമ്മളെല്ലാം രക്ഷപ്പെടുത്തുന്നത്. നമ്മളെ നാട്ടിനെ ഇവിടെ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഏതൊരു ഫംഗ്ഷൻ നടത്തിയാലും ആദ്യം ഉണ്ണിയപ്പം അവിടെ വാർപ്പിക്കുന്നത്. പക്ഷേ കരിപ്രസാദം ഭയങ്കര വിഷമമായിപ്പോയി. എന്നാലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ബംഗാളി ആയാലും ഇന്ന് ഇട്ടിട്ടുണ്ട്. ബംഗാളി എന്നാലും തരുന്നത് തിരുമേനിയാണല്ലോ. വളരെ മോശമുണ്ട്. ഈ സംഭവം അറിഞ്ഞപ്പം വിഷമമായി എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണല്ലേ? തീർച്ചയായും വിഷമമായിട്ടുണ്ട്. ഇവിടെ എന്നും ദർശനത്തിന് എന്നും വരുന്നതായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ നമുക്കാരും അത് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ട ബിഗ് ബ്രേക്കിംഗ് അതിനോട് പ്രതികരിക്കുകയായിരുന്നു ആ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ. വളരെ മലീമസമായ അന്തരീക്ഷത്തിൽ പ്രസാദം ഉണ്ടാക്കുകയും അതിനുശേഷം അത് ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഈ വാർത്തയിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഉയരുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് M. മനോജ് നൽകിയത്.